ആ ആകാശഗംഗ അത് തിരികെ വരികയാണ്. ഇനി എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ആക്സിയം 4 ദൗത്യത്തെ പറ്റി നമ്മളൊക്കെ കുറെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി തിരികെ ദൗത്യ സംഘം എത്തുമ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പറന്നിറങ്ങാൻ പോവുകയാണ്. അതിന്റെ ആദ്യഘട്ട നടപടികളൊക്കെ തുടങ്ങുകയാണ്. അൺഡോക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇനി അവർ 4 പേരാണ് തിരികെ ഭൂമിയിലേക്ക് എത്തുന്നത്. അതിൽ നമ്മുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 പേർ തിരികെ ഭൂമിയിലേക്ക് വരികയാണ്. ഈ സംഘത്തിന്റെ അതായത് 18 ദിവസമാണ്, ജൂൺ 26 മുതൽ 18 ദിവസമാണ് ഈ സംഘാംഗങ്ങൾ ഈ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. അവിടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നിരുന്നു. 60 പരീക്ഷണങ്ങളാണ് അവിടെ നടന്നത്. ആ 60 പരീക്ഷണത്തിൽ കേരളത്തിൽ നിന്നുള്ള നെൽവിത്തിനങ്ങൾ ഉൾപ്പെടെ അവിടെ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ പ്രോഗ്രസീവായിട്ട് അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെ 60 പരീക്ഷണങ്ങളും അത് വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സംഘാംഗങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ഇനി നാളെയാണ് ഇവർ ഭൂമി തൊടാൻ പോവുക. അങ്ങ് ഭൂമി തൊടാൻ പോകുന്ന നിമിഷം എന്ന് പറയുന്നത് നാളെയാണ്. നാളെ 3 മണിയോടുകൂടിയാണ്, 3 മണിക്ക് ശേഷമായിരിക്കും ഭൂമി തൊടുക. കാലിഫോർണിയയിലെ ശാന്ത സമുദ്രത്തിൽ 7 സ്പോട്ടുകളാണുള്ളത്. ഇതിൽ എവിടെയെങ്കിലേക്കുമായിരിക്കും ഈ പേടകം വന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഭൂമിയുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സുനിത വില്യംസിന്റെ കാര്യമൊക്കെ കണ്ടിരുന്നു. ഇവര് ഭൂമിയുമായി പൊരുത്തപ്പെടാൻ ഇവർക്ക് വേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിലവിൽ ബഹിരാകാശത്ത് ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരികെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണമൊക്കെ ആയിട്ട് ഇവർ പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് ഉൾപ്പെടെയായിരിക്കും ഇവർക്ക് നൽകുക. അതായത് ഇവരുടെ ആരോഗ്യാവസ്ഥ അത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കും. ആ ആരോഗ്യാവസ്ഥ ഇവർ ഭൂമിയുമായി ഓക്കെ ആകുമ്പോൾ, അതിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് ഇവരെത്തുമ്പോൾ, ബാലൻസിലേക്ക് ഇവരെത്തുമ്പോഴായിരിക്കും ഇവരുടെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും പൂർത്തിയാവുക. 7 ദിവസമാണ് ഇതിനായിട്ട് വേണ്ടിവരിക. ശുഭാംശു ഉൾപ്പെടെയുള്ള 4 പേരെയും 7 ദിവസം പ്രത്യേക കേന്ദ്രത്തിൽ പാർപ്പിക്കും. അതിനുശേഷമാണ് തിരികെ ഇന്ത്യയിലേക്ക് എന്തായാലും ശുഭാംശു വരിക. സാരേ ജഹാം സെ അച്ഛ എന്നുള്ളതാണ് ഇന്നലെ ശുഭാംശുവിനൊക്കെ അവിടെ ഫെയർവെൽ പാർട്ടി യാത്രയപ്പ് നൽകിയപ്പോൾ ശുഭാംശു പറഞ്ഞത്. ഇന്നും സാരേ ജഹാം സെ അച്ഛ, അതായത് ഒരിക്കൽ അന്ന് രാകേഷ് ശർമ്മ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ശുഭാംശു ചെയ്തത്. ഇന്നും നമ്മുടെ രാജ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ രാജ്യക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ടൊക്കെയാണ് ശുഭാംശു മടങ്ങിയെത്തുന്നത്. എന്തായാലും തിരികെ നാളെ കാലിഫോർണിയയിലെത്തി ഈ പരിശീലനം പൂർത്തിയായി തിരികെ ഇന്ത്യയിലേക്ക് ശുഭാംശു എത്തുന്നതും കാത്തിരിക്കുകയാണ് രാജ്യം.